താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോകജീവിതം. ആദി വേണ്ട ആശ്രയമേവാൻ തൻ കരങ്ങൾ മുൻപിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്നും ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോകജീവിതം. എത്ര ധന്യമേ ഈ ലോകജീവിതം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, കരുണയുള്ള നാഥാ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപിടം ചാർന്ന് കടന്നു വരുവാൻ തക്കണ്ണം ഒരു നല്ല ദിവസം കൂടെ ഒരുക്കി തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും അങ്ങയുടെ പാദപിടത്തിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ അവിടുത്തെ പാദപിടത്തിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയമായി കടന്നു വരിക കർത്താവേ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന അപ്പൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തരിക. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി തരുവാൻ കഴിവുള്ളൊരു പിതാവ് ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നുവരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തിയ ദൈവം അവിടുന്ന് പിന്നെയും നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരികയപ്പ. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി എല്ലാം അപ്പച്ചൻ്റെ പാദപിടത്തിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ നടത്തുവാൻ സകലത്തിന് സമ്പന്നനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരട്ടെ കർത്താവ്. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ചെറുതും വലുതുമായ എല്ലാ പഠനവും കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളെ പ്രത്യേകിച്ച് ഓർക്കുക കർത്താവേ. ഇന്ന് പരീക്ഷ എഴുതുന്ന പൈതങ്ങൾക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് ഹന്നമോൾക്കായി സ്തോത്രം. എഴുതിയ എല്ലാ വിഷയങ്ങൾക്കായി നന്ദി. തുടർന്ന് നടക്കേണ്ടുന്ന പരീക്ഷയ്ക്കായി സ്തോത്രം. ഇന്ന് നടക്കുന്ന വിഷയത്തെ ഏൽപ്പിക്കുകയാണ്. കുഞ്ഞിന് ബുദ്ധിയും ജ്ഞാനവും കർത്താവ് കൊടുക്കണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. വലിയ മാർക്കോടെ പാസ്സാകണം. തുടർന്നുള്ള പരീക്ഷകളിലും കൂടെ ഇരിക്കണം. തൻ്റെ കർത്താവ് തൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുക കർത്താവെ. പ്രത്യേകിച്ച് ജൂലൈ 26 നടക്കണമെന്ന പരീക്ഷകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അമൽ മോനെയും കൂട്ടുകാരനെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിതിൻ മോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. നല്ല മാർക്കോടെ പാസ്സാകണം. സ്വർഗം അവരെ സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ജൂലൈ 26 ജർമ്മൻ പഠിക്കുന്ന കുഞ്ഞുണ്ട്. അവൻ്റെയും പരീക്ഷ നടക്കണം കർത്താവെ. നാഥാൻ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമോ അനുഗ്രഹിക്കണേ അപ്പ. അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. കർത്താവെ, നിൻ്റെ ഓർമ്മശക്തിയും ബുദ്ധിയുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ഉത്തരവാദിത്വത്തിലും ഉത്സാഹത്തിലും പഠിക്കുവാൻ തക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പൻ്റെ പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ. അവരിയ്ക്കുന്നിടത്ത് അപ്പച്ചനെ ഇരിക്കണമേ. നല്ല ആലോചനക്കാരനായി കർത്താവ് കൂടെ ഇരിക്കണമേ. ഓർമ്മയും ബുദ്ധിയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ എഴുതിയതുപോലെ പഠിച്ചതുപോലെ പോരെ കർത്താവേ. അടിയൻ്റെ പ്രാർത്ഥന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു അനുഗ്രഹവും വിടുതലുമായി മാറണമപ്പ. അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, അങ്ങനെ ഹല്ലേലൂയ കർത്താവേ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന എല്ലാ മക്കളും, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സ്വർഗം വലിയ ചെയ്യും, മാനിക്കും.
ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ലജ്ജിച്ച് വന്നി സമ്മതിക്കുന്ന ദൈവമല്ല. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന പിതാവേ, ജോലി ചെയ്യുന്ന മക്കളെ സമാധാനത്തിൽ ജോലി ചെയ്യാൻ ഇടയാക്കണം. നല്ല പ്രതിഫലം കൊടുത്തവരെ മാനിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്തവരെ സഹായിക്കുമാറാകണം. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, രോഗത്താൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിന് കുഴപ്പമുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, കർത്താവേ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കാഴ്ച ലഭിക്കേണ്ടതിനായി പ്രാർത്ഥനയെ ചോദിച്ചവർ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നീ അവിടുന്ന് കാഴ്ചശക്തി നൽകണമേ കർത്താവേ. അമ്മയും മകനും ഒരുപോലെ കണ്ണിന് പ്രശ്നമായിട്ട് കാഴ്ചയില്ലാതെ ഭാരപ്പെടുന്നവരാ, സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യും. നിശ്ചയമായും തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കും. അവരുടെ വിശ്വാസം വർദ്ധിക്കണം. അവരുടെ വിശ്വാസം വലിയോർത്ത ഒരിക്കലും ഭംഗം വരുവാൻ അനുവദിക്കാതെ എൻ്റെ കർത്താവ് നല്ലവനും വലിയവനും സൗഖ്യദായകനെന്ന് തിരിച്ചറിയുവാൻ കൃപ ചെയ്യണം. ആ ഭവനത്തെ ഏറ്റെടുക്കണം. സമാധാനമില്ലാതെ ഭാരമുണ്ട്. മദ്യപാനത്തിൻ്റെ കെടുതിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവനുണ്ട്. തൻ്റെ മകൾ ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നു. വയറ്റിൽ മുഴിയാൽ ഭാരപ്പെടുന്നു. സ്വർഗത്തിലെ അപ്പൻ്റെ കരങ്ങളിലാണ് ഇനി ഈ വിഷയം ഏൽപ്പിക്കുന്നത്. താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുക. സ്വർഗം ആ കുടുംബത്തോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കടഭാരത്തെ നീക്കി കൊടുക്കണമേ. നീ സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുക്കുന്ന ദൈവമാകിയാൽ ആ കുടുംബത്തിൻ്റെ മേൽ നിൻ്റെ കരുണയും ദയവും ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിച്ചിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ, ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുക അപ്പാ. ഉപജീവനമാർഗത്തിൻ്റെ വഴി ആ കുടുംബത്തിൽ കർത്താവ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവരെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തമ്മിലൊന്നും അറിയത്തില്ല, എന്നാൽ സ്വർഗം അറിയുന്നല്ലോ. എൻ്റെ കർത്താവ് മക്കളുടെ എല്ലാ അവസ്ഥയും അറിഞ്ഞ് സഹായിക്കണം. അതുപോലെ കർത്താവേ, സ്തോത്രം കർത്താവേ. ആമേൻ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ആമേൻ കർത്താവേ, സ്തോത്രം. കൈകാൾക്ക് ചലനമില്ലാത്തവർ, അതിവേദനയാൽ ഭാരപ്പെടുന്നവർ, കർത്താവേ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവനും കൊഴിയുന്നവർ, കർത്താവേ, ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ അപ്പാ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, പ്രത്യേകിച്ച് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, കർത്താവേ, പ്രാർത്ഥനാ വിഷയങ്ങൾ ദിനംതോറും ഏറി വരുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിപ്പാനല്ലാതെ അടിയനൊന്നിനും കഴിയത്തില്ല. എന്നാൽ നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ടത് നിശ്ചയം. പൂർണ്ണമായും തൻ്റെ കുഞ്ഞുങ്ങൾക്കത് തിരിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ സ്വർഗം ഭാഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, വീൽ ചെയറിലായിരിക്കുന്ന ജീവിതങ്ങൾ, കൈകാൽക്ക് ചലനമില്ലാത്ത ജീവിതങ്ങൾ, മറ്റനവധി രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, കർത്താവേ, ചെവിയുടെ വേദനയാൽ ഭാരപ്പെടുന്നവർ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, കണ്ണിൻ്റെ ഇൻഫെക്ഷനാൽ ഭാരമുള്ളവരെ എല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവർ, കർത്താവേ, ശരീരമാസകലം അലർജിയാൽ ഭാരപ്പെടുന്നവർ, കർത്താവേ, അതികഠിനമായ ചൂടിനാൽ പുകച്ചിലിനാൽ ഭാരപ്പെടുന്നവരെ എല്ലാം തിരുസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പല വിധത്തിൽ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ, കർത്താവേ, നീ തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത ഓരോ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര പോകുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കർത്താവ് കൂടെയിരിക്കണം. ഭവനം വിട്ടിറങ്ങുന്ന നിമിഷം മുതൽ അവർ നിശ്ചിത സ്ഥാനത്ത് എത്തുവോളം അവരുടെ വാഹനത്തിന് വഴിയിലും കർത്താവ് കൂടെ ഇരുന്ന് സഹായിച്ചാട്ടപ്പ. സ്തോത്രം. അങ്ങനെ പലവിധ നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ശാരീരികമായും മാനസികമായും പലവിധ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾ, എൻ്റെ ദൈവമേ, സഹോദരിമാരും മാതാപിതാക്കളെ നിലവിളിക്കുന്നവരുണ്ട്. ആമേൻ. ഹല്ലേലൂയ കർത്താവേ, ഒന്ന് ഉറങ്ങുവാൻ ഭയപ്പെട്ട് കിടക്കുന്നവർ, കർത്താവേ, ഭക്ഷിപ്പാൻ പോലും കഴിയാതെ ഭാരപ്പെടുന്നവർ, ആമേൻ, ഓരോ നിമിഷവും വളരെയധികം വേദനയോടെ തള്ളി നീക്കുന്ന ജീവിതങ്ങൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം കാണുന്നത് ഓർത്ത് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, അവരെ നീ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാണല്ലോ. അവരുടെ സങ്കടമറിഞ്ഞ് പ്രവർത്തിക്കണമേ. മദ്യപാനികൾക്ക് രൂപാന്തരം കൊടുത്തേ മതിയാകൂ. നീ അവരെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കൊണ്ടുവന്നേ മതിയാകും കർത്താവേ. ഈ ലഹരിയിൽ നിന്നൊക്കെ മോചിതരാകുവാൻ സ്വർഗം സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾ കർത്താവെ അവരുടെ കൂട്ടുകെട്ട് മുഖേന മദ്യപാനത്തിൻ്റെ കെടുതിയിലായിരിക്കുന്നു. കരയുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ടപ്പാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളുണ്ട്. തിരുസന്നിധിയിൽ അടിയൻ സമർപ്പിക്കുന്നു. എവിടെയായിരുന്നാലും നീ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാ. തൻ്റെ മക്കളെ കരുതണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ ജോലി ചെയ്യാൻ മനസ്സില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. നീ അവരുടെ അവസ്ഥകൾ, അവരുടെ പ്രായമറിഞ്ഞ് കർത്താവേ അവർക്കൊരു ബോധം കൊടുക്കണമേ. അവർക്കൊരു ഉപജീവനമാർഗത്തിൻ്റെ വഴി തുറന്നു കൊടുക്കണമേ കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ ഹാലിൽ ജോലി ചെയ്ത് അവരുടെ മാതാപിതാക്കളെ ഹല്ലിൽ പോഷിപ്പിക്കുവാൻ, അവരെ പുലർത്തുവാൻ, തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം കഴിക്കുവാൻ നീ അവർക്ക് വേണ്ടുന്ന വഴിവാതിൽ തുറന്നു കൊടുത്തവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അലസതകളും മടികളും അന്നതകളൊക്കെ മാറട്ട് കർത്താവേ. അവരെ പുറകോട്ട് വലിക്കുന്ന എല്ലാ പോരുകളിൽ നിന്ന് സ്വർഗ്ഗം അവരെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ. സ്വർഗ്ഗം അവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം സ്തോത്രം. പ്രത്യേകിച്ച് അജേഷിനായി, അഭിലാഷിനായി, അമ്പിളിക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മക്കളുമായിരിക്കുന്നിടത്ത് സൂക്ഷിക്കണമേ. കൃപയിലും സമാധാനത്തിലും പരിപാലിക്കണമേ. സകല നന്മയും അനുഗ്രഹം അവരുടെ ജീവിതത്തിലും ഒരിക്കലും മാനിക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം. അങ്ങനെ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ തിരുമുൻപാകെ ഏൽപ്പിക്കുകയാണ്. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. ആ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ ജീവിതങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ കൂട്ടുദാസൻ ആശുപത്രിയിലായിരിക്കുന്നു. ആമൻ. പ്രാർത്ഥനയെ ചോദിച്ച സഹോദരിയെ ഏൽപ്പിക്കുകയാണ്. അവളുടെ പ്രിയപ്പെട്ടവൻ സൗഖ്യം പ്രാപിച്ച് ഭവനത്തിലെത്തുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമൻ. നീ കടന്നു എന്ന് സൗഖ്യമാക്കുന്ന ദൈവം. അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ. ആശുപത്രി മുറിവിട്ട് കർത്താവെ ഭവനത്തിലെത്തിച്ചേരുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ. ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ. അനാഥരെയും വിധവകളെയും കാത്തുകൊള്ളണമേ കർത്താവ്. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കണമേ കർത്താവ്. കൊച്ചു പൈതങ്ങളെല്ലാം വളർത്തിത്തരണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ശേഷവേലകളെ, വേലക്കാരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മയിലും അനുഗ്രഹത്തിലും ഓരോരുത്തരെയും നിറച്ച് നടത്തണം. സർവ്വമഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം.